ഇന്ത്യൻ ഫുട്ബോളിലെ അധികാരികൾക്ക് അവരുടെ കർത്തവ്യം നടത്താൻ സാധിക്കുന്നില്ല. ഇത് ഞങ്ങളുടെ അവസാന ശ്രമമാണ്. അതുകൊണ്ടാണ് ഫിഫയുടെ ഇടപെടൽ ആവശ്യപ്പെടുന്നത്. ഇന്നലെ പുറത്തിറങ്ങിയ വീഡിയോ സന്ദേശത്തിൽ ISL താരങ്ങൾ ഒന്നടങ്കം അപേക്ഷിക്കുകയാണ്. ഇന്ത്യൻ ഫുട്ബോൾ നായകൻ ഗുർപ്രീത് സിംഗ് സന്ധു, സന്ദേശ് ജിങ്കൻ, സുനിൽ ഛേത്രി തുടങ്ങിയവരാണ് ഇങ്ങനെ കേണപേക്ഷിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി പുറത്തു വന്ന വാർത്തകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും വളരെ വേദന നൽകുന്നതാണ്. വിദേശ താരങ്ങളുടെ കൊഴിഞ്ഞുപോക്കിൽ ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമായത് നായകൻ അഡ്രിയാൻ ലൂണ, മുന്നേറ്റ നിരത്താരം നോവ സദോഹി, പുതിയതായി ടീമിലെത്തിയ തിയോഗോ ആൽവെസ് എന്നിവരെയാണ്. ഇനി എപ്പോൾ ആരൊക്കെ പുറത്തു പോകുമെന്ന് നമുക്ക് കണ്ടറിയണം. ഓരോ പുതുവർഷവും പുതിയ തീരുമാനങ്ങളും പുതിയ പ്രതീക്ഷകളും പുതിയ വാഗ്ദാനങ്ങളും കൊണ്ടുവരുന്നു. എന്നാൽ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ അവരുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു സ്വപ്നമുണ്ട്. ഇപ്പോൾ വിദൂരമായി തോന്നുന്നൊരു സ്വപ്നം. ലോകത്തിലെ ഏറ്റവും വലിയ വേദിയിൽ നീല ജേഴ്സിയിൽ നമ്മുടെ കളിക്കാർ പന്ത് തട്ടണം. തിങ്ങി നിറഞ്ഞ ഗാലറികളിൽ ത്രിവർണ്ണ പതാക പാറിപ്പറക്കണം. ഇന്ത്യ ലോകകപ്പ് കളിക്കണം. 2026 ലോകകപ്പ് വരാനിരിക്കെ ആളുകൾ അർജന്റീനയെയും ബ്രസീലിനെയും സ്പെയിനിനെയും സപ്പോർട്ട് ചെയ്യാനായി തയ്യാറായിരിക്കുന്നു. അതേസമയം നമ്മുടെ ഫുട്ബോൾ ഇവിടെ മരണശൈലിയിലാണ്. എല്ലാം ശരിയാവുമെന്ന് പ്രതീക്ഷ നൽകാൻ പോലും അധികൃതർക്ക് ആവുന്നില്ല. 2014 ബിഗ് ബാങ്, 2025 ബിഗ് ക്രഞ്ച്. ഇന്ത്യൻ ഫുട്ബോളിലെ പ്രതിസന്ധിയെക്കുറിച്ച് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം ഡേവിഡ് ജെയിംസ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഇങ്ങനെയാണ്. 11 വർഷം മുമ്പ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആദ്യ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാർക്യൂ താരമായിരുന്ന ജെയിംസ് ഇന്ന് വേദനയോടെയാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഈ ദുരവസ്ഥയെ നോക്കിക്കാണുന്നത്. കളത്തിന് പുറത്തുള്ള പ്രശ്നങ്ങൾ കാരണം ഇന്ത്യൻ ഫുട്ബോളും ISLും നിലച്ചേക്കാമെന്നത് വേദനാജനകമാണെന്ന് മുംബൈ സിറ്റിയിലെ സ്പാനിഷ് ഡിഫൻഡർ ടിറിയും കുറിച്ചു. ഈ കുറിപ്പുകളിൽ കാണുന്ന വേദനയും പ്രതീക്ഷയും AFFന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് പോലുമില്ലല്ലോ എന്ന് ആൾക്കുമ്പോൾ വേദനയുണ്ട്. ആദ്യം പുറത്തിറക്കിയ വിഷൻ 2026 പിന്നീട് 2030 മാറി. ഇന്നത് വിഷൻ 2047. കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര തലത്തിൽ ഒരു മത്സരം പോലും ഇന്ത്യക്ക് ജയിക്കാനായില്ല. ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം റാങ്കിങ്ങിലേക്ക് ഇന്ത്യ പതിച്ചു. ഏഷ്യ കപ്പ് യോഗ്യത റൗണ്ടിൽ അവസാന സ്ഥാനത്താണ് ഇന്ത്യ ഫിനിഷ് ചെയ്തത്. ഇന്ത്യയിൽ ഫുട്ബോളിൽ പാഷൻ ഇല്ലാണ്ടാണോ? അല്ല. സൂപ്പർ ലീഗ് കേരളയിലെ ഗാലറികൾ നമ്മളത് കണ്ടു. കൊൽക്കത്തയിലെ ഇടനാഴികളിൽ നമ്മൾ കാണുന്നു. ഷില്ലോങ്ങിലെ താഴ്വരകളിൽ നമുക്ക് ആ പാഷൻ കാണാം. ഇവിടെ പാഷനുമുണ്ട്, പൊട്ടൻഷ്യലുമുണ്ട്. പക്ഷേ അതിനെ വളർത്താനുള്ള സിസ്റ്റമില്ല. അണ്ടർ 17 താരങ്ങളുടെയും അണ്ടർ 23 താരങ്ങളുടെയും മത്സരങ്ങൾ കണ്ട് കോരിത്തരിച്ച ആരാധകർ ഒന്നോർക്കണം. വളർന്നു വരുന്ന അവർക്ക് കളിക്കാനായി ഇന്ത്യയിൽ ഒരു കോമ്പറ്റീറ്റീവ് ലീഗ് ഇന്നില്ല. ഇന്നലെ നമ്മുടെ താരങ്ങൾ പറഞ്ഞതുപോലെ മാനസികവും കായികവും സാമ്പത്തികവുമായ പ്രതിസന്ധിയിലൂടെയാണ് അവർ ഇന്ന് കടന്നു പോകുന്നത്. ഒരു പെർമനൻറ്റ് പാരാലിസിലേക്കാണ് ഈ പോക്കെന്ന് അവർ വീഡിയോയിൽ വ്യക്തമായി പറയുന്നു. അധികാരികൾക്ക് ഒന്നും ചെയ്യാനാകുന്നില്ല. പുതിയ ലീഗിനായി ടെൻഡർ പുറത്തുവിട്ടു, പക്ഷേ നിക്ഷേപകരില്ല. ക്ലബ്ബുകളുടെ ഉടമസ്ഥയിലുള്ള ലീഗിന് പ്ലാനിട്ടു, പക്ഷേ അതിലും ആശങ്കകൾ ഏറെയാണ്. ഒരു പ്രൈവറ്റ് ലീഗായ ISLന് കേന്ദ്രത്തിൽ നിന്നുള്ള ധനസഹായം ഉണ്ടാകില്ല എന്ന് നേരത്തെ പറഞ്ഞു വെച്ചതാണ്. 2036 ഒളിമ്പിക്സ് ഇന്ത്യയിലെത്തിക്കാനായി 34,000 കോടി ചിലവാക്കാൻ തയ്യാറാക്കുന്ന സർക്കാരിന് ഇന്ത്യയിലെ ഫുട്ബോളിനെ ചിലവാക്കാൻ 34 കോടിയില്ല. ശരിയാണ്, ഇന്ത്യൻ ഫുട്ബോൾ ലാഭമില്ല കച്ചവടമാണ്. പക്ഷേ ഇന്ത്യയിലെ നീലക്കുപ്പായം സ്വപ്നം കാണുന്ന കുട്ടികൾക്കായെങ്കിലും ഇവിടുത്തെ ഫുട്ബോളിനെ സംരക്ഷിക്കണം. പുതിയ റിപ്പോർട്ടുകളനുസരിച്ച് ISLലെ 14ൽ 13 ക്ലബ്ബുകളും 2025-26 സീസൺ കളിക്കാൻ തയ്യാറാണ്. പക്ഷേ നിബന്ധനകളുണ്ട്. പാർട്ടിസിപ്പേഷൻ ഫീ ഉണ്ടാകാൻ പാടില്ല. ഒരു കൊമേഴ്ഷ്യൽ പാർട്ണറെ കണ്ടെത്തുന്നവരെ ലീഗിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും AF ഏറ്റെടുക്കണം. പുതിയതായി പുറത്തുവിട്ട ലീഗിൻ്റെ ലോങ് ടേം പ്ലാനിൽ എപ്പോൾ കൊമേഴ്ഷ്യൽ പാർട്ണർ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് പാർട്ണറെ ഉൾപ്പെടുത്തും, വരുമാനവും ചിലവും എങ്ങനെ ചിട്ടപ്പെടുത്തും, സുസ്ഥിരമായ ലീഗിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യങ്ങൾ. ഇതിനുള്ള ഉത്തരങ്ങളോടെ പെർഫെക്റ്റ് പ്ലാൻ തയ്യാറാക്കാൻ സാധിച്ചാൽ മാത്രമേ ലീഗ് പുനരാരംഭിക്കുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് പ്രപ്പോസലുകളല്ല, മറിച്ച് കമ്മിറ്റ്മെൻറ്റാണ്. കേന്ദ്രത്തിൽ നിന്നും അധികാരികളിൽ നിന്നും ഫിഫയിൽ നിന്നും. ഫുട്ബോൾ ആരാധകരായ നമ്മൾക്കൊരു പ്രത്യേകതയുണ്ട്. അവസാന വിസിൽ മുഴങ്ങുന്നതുവരെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കും. ഒരു റെമോണ്ടാഡയ്ക്കായി ഇവിടെയും നമ്മൾ കാത്തിരിക്കും. പുതിയ സിസ്റ്റം നിലവിൽ വരണം. ലാഭം കൊയ്യാനുള്ളതല്ല, മറിച്ച് താരങ്ങളുടെ ഭാവി സംരക്ഷിക്കാനായി.